എന്താണ് അവിടെ? എന്ത് വാക്കുകളായിട്ട് പറയണത്? വന്ന് വന്ന് ഇവിടം വരെ ബാക്കിയുള്ളവർക്കൊന്നും വാതിൽ തന്ന മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂടിയും പറ്റാത്ത അവസ്ഥ. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ വീട്ടില്? എങ്ങനെ പോയി എന്താ ചെയ്യ? എന്തൊരു കഷ്ടാണത്. എവിടെ ഇത്ര നേരം വെല്ലുവിളിക്കുന്നു? എന്താ ചൂടാ? ചേട്ടാ ഇത്ര നേരം പേടിച്ച് നിൽക്കുക ഞാൻ ഉള്ളില്. അവിടെ കൊറേ ചെക്കന്മാര് കള്ളുടിച്ച് കൂത്തറിയാ. എന്റെ അമ്മ കേൾക്കാൻ പറ്റാത്ത വാക്കാളോ. നീ എന്തിനാ ശ്രദ്ധിക്കണം? ഏട്ടാ നമുക്ക് വല്ല പോലീസിൽ അറിയിക്കാം. ഇവിടെ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ വന്ന് ഇങ്ങനെ ശല്യപ്പെട്ട് എന്താ നമ്മൾ ചെയ്യാ? പോലീസ് വെച്ചാലേ അതൊക്കെ നമ്മളതല്ലാവും. ഓരൊക്കെ എങ്ങനത്തെ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. നിങ്ങോട്ട് പോരും, നമ്മളെ മക്കളൊന്നും അല്ലല്ലോ. നമ്മളെ കാര്യം നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. വേറെ ആരെങ്കിലും വിളിച്ചു പോകണോട്ടെ. നിങ്ങൾ പോരെ. ആ എത്തിയോ? നിന്റെ കയ്യില് നെട്ടിയേ സ്കൂളിൽ ഇതൊക്കെ കൊടുക്കണ്ടോ? ഏത് ഏട്ടന്? എന്റെ മല്ല മഴ കാണുന്ന വാങ്ങിക്കരുത്. നീ ആരും കൊണ്ട് കളയത്. സോറി. വാ, ഞാനും വാങ്ങി തന്നൊന്നും കഴിക്കരുത് കേട്ടോ. എനിക്ക് പൈസ കിട്ടിയത് അതാ റോട്ടിന്ന് കളഞ്ഞു കിട്ടിയതാ അമ്മ. സോറി അമ്മ. ഞാൻ നിന്നോട് പണ്ടില്ലേ കളഞ്ഞു കിട്ടിയൊന്നും ആരെങ്കിലും വാങ്ങി തരൊന്നും വാങ്ങിക്കരുത്. നീ മേലെ അങ്ങനത്തെ പൈസ എടുത്തിട്ടുണ്ടേ ഓർമ്മേ. ഏട്ടന്റെ വരട്ടെ, എന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണ്ട്. മോനെ കാണാലല്ലോ. സ്കൂളിട്ട് വരുന്ന സമയത്ത് എവിടെ പോയി? കുട്ടി എവിടെ പോയി കിടക്കണം? അതൊരു എന്റെ ഫ്രണ്ടാണ് അമ്മ. ചേട്ടനാ. നിന്റെ മണ്ടിൽ ഈ അറിയാത്തവരോട് കൂടെ പോരുത്. നീ വാട്സപ്പിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അച്ഛനോട് പറയില്ല. ശരിയാക്കി തരാം. എന്താ പരിപാടി? വെള്ളം അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നിക്കിയെന്ന് ഞാന്. ബേട്ടാ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടോ? മോന്റെ ഓരോരോ കാര്യങ്ങളെ. ഈ നമ്മളെ കുട്ടീനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. എടി പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കുറെ ബൈക്കുമ്പോൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നതാണ്. അത് ആൺകുട്ടിയൊക്കെ ഒന്നും പ്രശ്നമില്ല. പിന്നെ പൈസ കിട്ടുന്നത് ചെറിയ കുട്ടികളാകുമ്പോൾ പൈസ എന്ത് കിട്ടിയാലും വീട്ടിലേക്ക് പൊറിക്കൊണ്ട് എനിക്ക് അറിയൂടെ. വലിയ സംഭവമൊക്കെ എടുക്കാനൊന്നുമില്ല. അല്ല ഞാൻ പറയാനുള്ള പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. നിങ്ങള് ഓരോരോ കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ പറയണം. കുട്ടികളാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലം അങ്ങനെയല്ല കേട്ടാ. കാലം മാറി. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ വരും. എന്തായാലും ലീവല്ലേ, കാണാൻ ഞങ്ങളെ മോന്റെ രാജകീയമായ വരവ്. അവൻ എന്റെ രാജാവനടി, നീ എന്റെ രാജ്ഞി. ഇതാ വരുന്നേ. എന്താ അത്ര നേരം വൈകിയത്? അത് ഒന്നുമില്ല. അല്ല അച്ഛൻ ജോലിക്ക് പോയിട്ടില്ലേ? എന്താ കളഞ്ഞിട്ടിയ വേഗം നോക്കട്ടെ.
എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചെടി കൊണ്ട് പോരെ അവളെ താപ്പൊരു ചെരുപ്പൊരി കച്ചനോട്ടി ഇപ്പൊ കച്ചു എന്റെ ഒന്നും കിട്ടിയില്ലേ? എന്തായാലും ഒന്നുമില്ല. ചെറിയ കുട്ടിലടി ഇതിനെ നീ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്നും ഓരോന്ന് ഇങ്ങനെ കിട്ടണോണ്ടല്ലേ ഈ പറയണത്. എന്താ എന്താ സാധനം? എനിക്ക് റോട്ടിന് കിട്ടിയതാ, ഞാൻ കളിക്കാൻ വേണ്ടി എടുത്തതാ. ഇത് കഞ്ചാവല്ലേ? കിട്ടിയേ അഞ്ചോ അച്ഛ ഓരോരുത്താ എന്താ ചന്തിയ ചണ്ടപ്പുറാക്കും. അതച്ഛാ, ഒരു ചേട്ടൻ വേറെ ചേട്ടന് കൊടുക്കാൻ തന്നതാണ്. എന്താ കൊടുക്കാഞ്ഞ്? ആ ചേട്ടൻ കണ്ടില്ല. ഇത് കൊടുത്താൽ എനിക്ക് മിഠായും ഐസ്ക്രീമും വാങ്ങി തരും. എടാ പുതിയ ചെക്കൻ വരുന്ന അതിനോട് കളിപ്പിച്ചാലും നമ്മള് എടാ മോനെ വാ എന്താ ഐസ്ക്രീം ആണോ? ഇവിടെ ഒരു ഏട്ടന്മാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ട്, നമുക്കൊന്നും ചെന്നാക്കാം. അത് നൈസാണോ? പിന്നെ ഇത് അവിടെ ഒരു ഏട്ടനുണ്ട്, ആ ഏട്ടന് കൊടുക്കണം കേട്ടോ, മറക്കരുത്. അച്ഛാ, ഞാൻ എന്റെ ഫ്രണ്ട്സിനില്ലേ മിഠായും ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവന്റെ മുന്നില് ഞാൻ ഹീറോ ആണ്. പോയിക്കോ. ഏട്ടയ്ക്ക് പേടിയാണ്. നമ്മൾ എന്താ ചെയ്യാ? ഇതെന്താ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ആരിലും വരുന്ന മുമ്പ് ഞാൻ അത് കൊണ്ടേ കൊടുത്തിട്ടേ നമ്മളെ മോനെ ഇത് കരുവാക്കണമെന്ന് അവരോട് ചെന്ന് പറയട്ടെ. അത് വേണ്ടട്ടാ, നമ്മളെ മോനല്ലെങ്കിൽ വേറെ കുട്ടികളെ വെച്ച് അവരിത് ചെയ്യും. നമുക്കിത് വേഗം പോലീസിനെ അറിയിക്കാം, അവരെന്തെങ്കിലും ചെയ്തോളൂ. വേണ്ട, പോലീസ് അറിയിക്കണ്ട. പോലീസിനെ അറിയിച്ച അവന്മാരല്ലേ നമ്മളെ കുട്ടീനെ എന്തെങ്കിലും ചെയ്യും. വേറെ കുട്ടികളെ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്കത് കൊണ്ടുകൊടുത്ത് നമ്മളെ കുട്ടീനെ രക്ഷിക്കാം. അത് വേണ്ടട്ടാ. ഏട്ടാ, ഇതിനു മുമ്പ് ഞാൻ ഏട്ടനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അന്നൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? ഇപ്പൊ വന്ന് നമ്മളെ വീട് വരെ എത്തി. ശരിയാണ്, നമ്മൾ വിചാരിച്ച ആള് നന്നാവില്ല. നമ്മളെ പോലീസോ വിചാരിച്ചവന്മാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഏട്ടാ, അതിനാണ് നമ്മളെ കേരള പോലീസിന്റെ യോദ്ധാവ് എന്ന ഡിപ്പാർട്ട്മെന്റ്. അതിലെ ടോൾ ഫ്രീ നമ്പർക്ക് വിളിച്ചാൽ ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ഓ, അങ്ങനെ ഉണ്ടോ? ഇത് നമ്മളെ കൊടുത്തെന്ന് അവർ നമ്മളെ ഒറ്റ കൊടുക്കുമോ? അത് നമ്മളെ സാധാരണക്കാരെ പേടി മാത്രമാണ്. അത് നമ്മളെ പ്രൊഫൈലും കാര്യങ്ങളും ഒന്നും ആരോടും വെളിപ്പെടുത്തില്ല. ഓ, അങ്ങനെ ഉണ്ടോ? നമ്മൾ മോന് വന്ന പോലെ ഇനി വേറെ ആർക്കും വരാതിരിക്കാം. നമുക്ക് തന്നെ കൈ കോർക്കാം. ഓക്കെ ഏട്ടാ.